ഇവർ ഒരു ഈ ഹോം ഗാർഡിന് മാത്രമേ ഇവിടെ ശല്യം തൊലി ഒക്കെ പോയിട്ടിട്ടുള്ളൂ, വേറെ ആർക്കൊന്നും വരുന്നില്ല. അവരൊക്കെ ഇറങ്ങി ഓടിപ്പോയിട്ട് പുറത്ത് വന്ന് ഷട്ടർ ലോക്ക് ചെയ്ത്, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നതാണോ? ഇവിടെ ഷട്ടർ ലോക്ക് ചെയ്തു പുറത്തുനിന്ന്. അപ്പോൾ കൊച്ചു മാത്രം ഇതിൻ്റെ അകത്ത് കിടന്ന് ഓടുക. ബാക്കി തൊട്ടപ്പുറത്തെ മുറികളിലൊക്കെ ഇവരിന്നെല്ലാം കണ്ടുകൊണ്ടിരിക്കുക, ഗ്രില്ലൊക്കെ ഉണ്ട് കണ്ടുകൊണ്ടിരിക്കുക. ഇത് കൊച്ചിൻ്റെ ലൈവ് കൊലപാതകവും കൊലപാതകവും കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഇത്രയും പേര് ഈ പറഞ്ഞിട്ട് ഇവർ ഒരു കക്ഷി പോലും അതിനു വേണ്ടി തടയാൻ ശ്രമിച്ച പോലീസ് ഉൾപ്പെടെ, ഹോം ഗാർഡും പോലീസ് ഒക്കെ ഇവിടെ 6-7 പേരുണ്ടായിരുന്നു. അവരുടെയൊക്കെ പേരും എല്ലാം അവിടെ ഉണ്ട്. ഇവരൊന്നും ചെയ്തില്ല. അപ്പോൾ ഇവനെ പുറത്ത് ഇറങ്ങിയെന്ന് ഇവനെ പല പ്രാവശ്യം കൊച്ചിനെ കുത്തി. അതിൽ പോലീസ് പറയുന്ന 2 മിനിറ്റ് കൊണ്ട് അങ്ങനെ ഉണ്ട് ഒരിക്കലും മനുഷ്യന് ഒരിക്കൽ സാധിക്കുക. നമ്മൾ വളരെ അന്വേഷിച്ചപ്പോൾ അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ കുത്തി പല പ്രാവശ്യം കുത്തി കൊച്ചിൻ്റെ മോളിൽ കയറി കുത്തിയെന്നൊക്കെയാണ് സംഗതി പറയുന്നത്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഇവൻ അവിടെ പോയി പുറത്ത് പോയി ഇവരിന്നിട്ട് ഇവൻ്റെ കയ്യിലിരുന്ന ആ ആയുധം അവിടെ പോയി വാഷ് ബേസിൽ കൊണ്ട് കഴുകിയിട്ട് അവൻ ആദ്യം അവിടെ കൊണ്ടുപോയി വെക്കുന്നു. പിന്നെ ആദ്യം എടുത്ത് താഴത്തേക്ക് എറിയുന്നു. കസേരപ്പോൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കാണ് പോലീസുകാരൊക്കെ വന്ന് പതുക്കെ ഇവരെ കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു പുറത്തുനിന്ന് ഷർട്ടൊക്കെ തുറന്ന് പുറത്ത് ഓടിപ്പോയ ഡോക്ടറൊക്കെ വന്ന് ഇവരൊക്കെ തുറന്ന്, എന്നിട്ട് പോലും കൊച്ചിന് പ്രാഥമിക ചികിത്സ ഒരു കോട്ടൺ കൊണ്ട് പോലും ഇത്രയും 16-17 കുത്ത് കൂടാതെ ഇവിടെ കുത്തി കയറിയിട്ടുണ്ട്. 21 കുത്ത് മൊത്തമുണ്ട്. പോസ്റ്റ്മോർട്ടം പറഞ്ഞാൽ ഇവിടെയൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കയറി കുത്തിയപ്പോൾ ഒരു ബ്ലഡ് പോലും അവിടെ എങ്ങും തൂക്ക് പോലും ചെയ്തില്ല. ബ്ലഡ് ഒന്നും അവിടെ ഇല്ലെന്നാണ് അവർ ഇത്രയും കുത്ത് കൂട്ടിയ ബ്ലഡ് ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെ വിശ്വസിക്കും. അതുപോലെ അത് കഴിഞ്ഞ് മോളെ ഈ പറഞ്ഞേക്കുന്ന ഇവനോട് ഇരുന്ന് കഴിഞ്ഞ് പോലീസ് കീഴ്പ്പെടുത്തിക്കുമ്പോഴത്തേക്ക് ഈ ഷിബിൻ മുഹമ്മദ് പറഞ്ഞ ഡോക്ടർ അവനും എല്ലാം പുറത്തേക്ക് ഓടി. ഞാൻ ചോദിച്ചതാ അവനോട് വന്ന 3 പ്രാവശ്യം പോലീസുകാരോട് ഞങ്ങളൊക്കെ ഓടിപ്പോയെന്ന് അവൻ പറഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ് തിരിച്ച് കയറി വന്ന് കഴിഞ്ഞപ്പോൾ ഇവരെ പോലീസുകാരെ കീഴ്പ്പെടുത്തി കഴിഞ്ഞപ്പോഴാണ് ഇവർ കയറി വന്ന് കൊച്ചിനെ വലിച്ചുകൊണ്ട് പോകുന്ന. കൊച്ചിനെ കാലെ പിടിച്ച് കിടത്തുന്നതാണ് പറയുന്നത്. അവൻ പറഞ്ഞറിയേ ഉള്ളൂ വലിച്ചെടുക്കുന്നത്. അതിനപ്പോഴത്തേക്ക് കൊച്ച് ആവശ്യതയായി. എന്നിട്ട് അവർ പിടിച്ച് നടന്ന് ഷട്ടർ തുറന്നപ്പോഴത്തേക്ക് ഫ്രണ്ടിൽ ആംബുലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെന്നായത് പോലീസുകാരെന്നായത് ഈ ചെറിയ പരിക്ക് പറ്റിയ പോലീസുകാർ ഒരാൾക്ക് മാത്രമേ ഇവിടെ തൊലി പൊട്ടിയുള്ളൂ, വേറെ ഒത്തിനും പറ്റിയില്ല. ഈ ഹോം ഗാർഡിന് അലക്സ് കുട്ടി. ബാക്കിയൊക്കെ ഇവിടെ ചെറിയ തോണ്ടൽ പിടിച്ചേക്കും. അവർ ഓടിപ്പോയെന്നാണ് പറയുന്നത്. എന്നിട്ട് അവർ ഞങ്ങൾക്കറിയാം ആംബുലൻസ് വന്ന് മോളെ പതുക്കെ നടന്ന് ഇവൻ കയ്യെ പിടിച്ചുകൊണ്ട് നടന്ന ഈ സ്റ്റെപ്പിൻ്റെ തൊട്ടടുത്ത ദൂരമൊന്നുമില്ല. 10 മിനിറ്റ് എത്ര പേരുള്ളൂ. ചെന്ന് കഴിയുമ്പോഴത്തേക്ക് ഇവർ ആംബുലൻസ് കൈ കാണിച്ച് ആംബുലൻസ് നിർത്താതെ പോലീസുകാർ പോയി. ഈ കൊച്ചിനെ കയറ്റാനായിട്ട് ഇവർ പറഞ്ഞപ്പോൾ ആംബുലൻസ് നിർത്തിയില്ല. ഈ പോലീസുകാരുണ്ടായിരുന്ന 3-4 പോലീസുകാർ അവരുമായിട്ട് ആംബുലൻസ് വിട്ടുപോയി. ഇവരെന്നായി തിരിച്ച് കൊച്ചിനെ അവിടുന്ന് ആ സ്റ്റെപ്പ് 1-2 സ്റ്റെപ്പുണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ചു കിടക്കുന്നത് ഈ 8 പോസ്റ്റ് കൊണ്ടിരുത്തി, പോലീസ് 8 പോസ്റ്റിൽ. അത് കഴിഞ്ഞ് കുറേ സമയം കഴിഞ്ഞാണ് കൊച്ചിൻ്റെ കൂട്ടുകാരാണ് ഈ കൂടുതൽ നടന്ന ഈ ഷിബിൻ എന്ന് പറഞ്ഞ അങ്ങനെ അയാളെ വിളിച്ച് പറഞ്ഞ് കൊച്ചിൻ്റെ കൂടുതൽ പഠിച്ച ക്ലാസ്മേറ്റ് അവരാണ് അവിടെ നിന്ന് വന്നത്. നമ്മുടെ അസീസിയ മെഡിക്കൽ കോളേജിൽ നിന്ന് അവർ ഡ്യൂട്ടി കഴിഞ്ഞ് ഉറങ്ങുന്ന അവർ റെസ്റ്റ് ചെയ്ത് ഇവിടെ വരുന്നവരെയും ഇവിടെ അത് കഴിഞ്ഞ് 1 മണിക്കൂറോളം ഈ കൊച്ച് ഒറ്റയ്ക്ക് ഒരു ആശ്രയമില്ലാതെ ഈ പോലീസ് 8 പോസ്റ്റിലിരുന്നു.